ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പോണ്ട് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഒത്തിരി കാലമായി ഈ പോണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീക്കിലി ഒരു 50% വെള്ളം മാറ്റുന്നുണ്ടെങ്കിലും നമ്മളിതിനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ ഈ പോണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിവശത്ത് മുഴുവനും ഈ മരങ്ങളിൽ നിന്നുള്ള ഇല വീഴുന്നിട്ട് ഒരു ബെഡ് ഫോം ചെയ്ത് നിൽക്കുവാണ്. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യണം. ഒരു 4 മാസത്തോളം വരും നമ്മളിത് ക്ലീൻ ചെയ്തിട്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ചവർ വാരി ഒതുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ചവറിൻ്റെ കൂടെ മീൻ കുഞ്ഞുങ്ങൾ വരാതെ നോക്കണം. നമ്മളിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഉണ്ടായ ഒരു കുഞ്ഞു മീനാണ്. അതിൻ്റെ ജസ്റ്റ് എൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ചവർ വാരിയപ്പോൾ കൂടെ വന്നാൽ കണ്ട. ചടുത്തു നല്ല വലുതായിട്ടുണ്ട് മീനുകളെല്ലാം. പുതിയ കുഞ്ഞുങ്ങൾ തന്നെ അത്യാവശ്യം സൈസാണ്. നമുക്കിനി ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള വലിയ മീനുകളൊക്കെ പതുക്കെ പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അടുത്ത ബാച്ച് പെട്ടെന്ന് വളർന്നു വരും. കാരണം നമ്മളിവിടെ ഉണ്ടായ കുഞ്ഞാണ് ഇത്. ഒരാളോടെ ഉണ്ട് അങ്ങോട്ട്. പിന്നെ ജസ്റ്റ് സൈസ് കാണിക്കാൻ വേണ്ടി എടുത്താണ്. കണ്ട, എല്ലാ കോരലും 1-2 മീൻ വെച്ച് വരണുണ്ട് കേട്ടാ. വേണ്ട 2 എണ്ണം ഉണ്ടാ കരിപ്പയ്ക്കോ. ഓക്കെ, ഇതാ അവിടെ ചരിഞ്ഞ് കിടക്കണ കണ്ട. ഇവന്മാർ ഇത്രയായിട്ടുണ്ട്. കണ്ടോ ബഹളം മിണ്ടാതിരിക്കട്ടെ. ഇത് വലിയ സൈസുള്ളതല്ല, ചെറുതാണ്, എന്നാലും ഇത്രയുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഇങ്ങനെ കോരിയും കൂടെ കളയാം, എങ്കിലേ ഇത് ക്ലീൻ ആവുള്ളൂ. കാരണം ഇതിൻ്റെ അടിയിൽ ഇനി ചെളിയുണ്ട്. മറ്റേ ഇലകളല്ലാതെ കുറേ ചെളി ഇരിപ്പുണ്ട്. അപ്പം ചെളി നമുക്ക് ഇങ്ങനെ കോരി ഒഴിവാക്കാം. ഒരു വെള്ളം സൈഫണ് പോകണുണ്ട്, എന്നാലും നമുക്ക് കോരിയും കൂടെ ഒഴിവാക്കാം. ഇതിൻ്റെ സൈസ് നോക്ക്, ആടിപ്പൊളി കേട്ടാ. ഇതിൻ്റെ മുള്ളാണ്. ഇവന്മാരെ മുള്ള് കണ്ടതാ, ഈ മുള്ള് കണ്ട. ഇത് ഭയങ്കര ഷാർപ്പാണ്. കൊണ്ടു കഴിഞ്ഞാൽ കൈ മുറിഞ്ഞിരിക്കും. അല്ല ഇത്രയും സൈസായിട്ടുണ്ട്. അല്ല ഇവന്മാരെ ഒരു കാര്യം ചെയ്യാം, ഇതിലൊക്കെ ഇട്ട് ഇവന്മാരെ വലിയ അമ്മമാരെ നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. തൽക്കാലം ഇതിനകത്തിട്ട് വെള്ളം ഒഴിച്ച് അങ്ങിടാം, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവന്മാർ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടി അലിമ്പാക്കും. എന്താ മീൻ പിടിച്ച് കൈയൊക്കെ മുറിഞ്ഞു ചത്ത് എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. വീണ്ടും ഇങ്ങാണ് വരണത്. അവിടെ പോയി കിടാ, വെള്ളത്തിൽ കിടാ. അപ്പം ഇനി അടുത്ത് വീണ്ടും ഈ ചെളി അത്രയും കോരി മാറ്റുക എന്നുള്ളതാണ് അടുത്ത മേജർ ടാസ്ക് നമ്മുടെ. അപ്പം ചെളിയെല്ലാം കോരി മാറ്റി വൃത്തിയാക്കിയിട്ട് അടുത്ത് കാണാം. പിന്നെ കുഞ്ഞുങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഈ നിൽക്കുന്ന ഇവരൊക്കെ നമ്മളെ ഇവിടെ വന്നിട്ടുണ്ടായ കുഞ്ഞുങ്ങളാണ്. അതിനകത്ത് ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെയൊക്കെ സൈസ് നമ്മൾ ഈ സൈസിലാണ് ഇതിനകത്ത് ഈ പോണ്ടിൽ നമ്മൾ ആദ്യം മീൻ കൊണ്ടിട്ടത്, ഓർമ്മയുണ്ട? ആ സൈസിലോട്ട് എത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം. അടിപൊളി. അപ്പോൾ ഇനി അടുത്ത് മെയിൻ പരിപാടി ഇതിനെ പെട്ടെന്ന് വൃത്തിയാക്കി ഒതുക്കണം. ഇനിയിപ്പോൾ വെള്ളം കുറയുന്നതനുസരിച്ച് ഇവരും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ സൈഡൊക്കെ ഒന്ന് കഴുകി ഇറക്കിയിട്ട് ബാക്കി വെള്ളം വറ്റിക്കാം. അപ്പം ക്ലീൻ ആയിരിക്കും. ഇത്രയും മതി. ഇതിൽ വായിലൊക്കെ ഓഫ് ചെയ്തോ. അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് കഴുകി ഇറക്കിയിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഒന്നുകൂടെ അരിച്ച് ഈ മീനുകളൊന്ന് കാലിൻ്റെ അടി കിടക്കണമാണ് പ്രശ്നം. ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും പണി തുടങ്ങാം. ഓക്കെ, പണി കഴിഞ്ഞ് കാണാം. അത്യാവശ്യം ചെളിയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. മീനുകൾ ജസ്റ്റ് മീനുകൾക്ക് നിൽക്കാൻ പറ്റിയ അത്രയും വെള്ളം മാത്രം ഇട്ടിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ സൈസായി മരെല്ലാം അടിപൊളി. അപ്പം മോട്ടർ ഓൺ ചെയ്താ നീ പെട്ടെന്ന് ഇറയും. ഒരു 5 മിനിറ്റ് കൊണ്ട് കുറച്ചും കൂടെ വറ്റിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ ഫുൾ ചെളിയും പോവും. പക്ഷേ നമ്മളെ മീനുകളെ നിർത്താൻ വേറെ സ്ഥലമില്ല. നമുക്ക് ഈ അടുത്ത ആഴ്ച എങ്ങാനും സൈഫൺ ചെയ്ത് ക്ലിയർ ചെയ്യാം. ഇതിപ്പം നല്ല ഒരുപാട് ബേബി ഫിഷും ബേബിയും ഉണ്ട്. പിന്നെ ഇതിനെല്ലാം കൂടെ നമുക്ക് പിടിച്ച് ബക്കറ്റിലൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെ ഇട്ടാലും കിട്ടിയാ നോക്കട്ടെ.
നമ്മൾ വെള്ളം കോരി കളഞ്ഞ സ്ഥലത്ത് നിന്ന് അമ്മ പിടിച്ചോണ്ട് വന്ന ബേബി ഫിഷാണ് കണ്ട. കാണാമോ? ആ പോയി ചാടി. അപ്പം നമ്മുടെ പോണ്ട് ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വീക്കിലി ഒരു വീഡിയോ ഉണ്ടാവും നമ്മളെ ഫാമിൻ്റെ. ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. നമ്മൾ കുറച്ച് കാലം നമുക്ക് ഇതിലോട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കറക്റ്റ് ഇതിന് ഫീഡ് കൊടുക്കും. വീക്കിലി വൺസ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അത്യാവശ്യം വാഴക്കൊലയൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ സമയം നോക്കി ഒന്ന് വെട്ടിയെടുത്തിട്ട് പോകും. അപ്പം നമുക്കിനി ആഴ്ചയിൽ ഒരു ഫാം വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ഉണ്ടാവും. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പുതിയ വീഡിയോസിൽ ഉണ്ടാവും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.